ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ആ ഒരു ദിവസം വരവായി. ദ ഫുട്ബോൾ ജനത്തിന്റെ സ്റ്റുഡിയോ സ്പേസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്ത ഈ ഒരു സ്റ്റുഡിയോ സ്പേസ് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് പാല് കാച്ചി ഒരു കാപ്പി ഇട്ട് തുടങ്ങിയാലോ? അപ്പോൾ കമോൺ എവരിബഡി. ഈ ഒരു ചെറിയ വാക്ക് എൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ അടുത്തൊരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ അതെ, സാധനം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ പണിപ്പുരയിലേക്ക് കിടക്കാം, അടുക്കളയിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു സ്പേസിനെ റെഡിയാക്കി എടുക്കാൻ നമ്മൾ ഏകദേശം ഒരു മാസം സമയമെടുത്തെന്ന്. അത് ഈ അൺഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റിനെ ഒരു വീടാക്കി മാറ്റാൻ എടുത്ത സമയമാണ്. ഇപ്പം ഞാനിവിടെ കിച്ചണൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് എല്ലാ മീലും തന്നെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. ഇതിനു മുമ്പ് വരെ ജീവിതത്തിൽ ഇതൊരിക്കലും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ കുറച്ചധികം സമയം എടുത്തു എന്ന് തന്നെ പറയാം. ഗുഡ് കോഫി. ഇതാണ് അപ്പം നമ്മുടെ സ്പേസ്. ഈ ഒരു റൂം ശരിക്കും വളരെ ചെറുതാണ്, ഏകദേശം 84 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കഴിഞ്ഞ നവംബർ തൊട്ട് നോക്കുന്നതാണ്. ആദ്യം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം നോക്കി. അതൊരു പക്ക സ്റ്റുഡിയോ ആയിരുന്നു. ഒരു റൂമിൻ്റെ ഒരറ്റത്തൊരു ബെഡ്, മറ്റേ അറ്റത്തൊരു ചെറിയ കിച്ചൺ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. റെന്റ് വളരെ കുറവായതുകൊണ്ടും വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ അത് എടുക്കാം എന്ന് ഉറപ്പിച്ചു. അന്ന് ആ റൂമിൻ്റെ ഓണർ എന്നോട് പറഞ്ഞത്, അവിടെ ഇപ്പോൾ ഒരാൾ താമസിക്കുന്നുണ്ട്, ഡിസംബറോടെ അയാൾ മാറും, അത് കഴിഞ്ഞ് റൂം നമുക്ക് തരാവുന്നതാണ്. ഡിസംബർ പിന്നെ ജനുവരി ആയി, ജനുവരി പിന്നെ ഫെബ്രുവരി ആയി, അതിങ്ങനെ നീണ്ടു പോയി. പുള്ളിനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി ഇന്ന് ശരിയാവും, നാളെ ഒരു അപ്ഡേറ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് ഒടുക്കത്തെ ഒഴിഞ്ഞു മാറല്. ഏകദേശം ജനുവരി പകുതിയോടെ എനിക്ക് മനസ്സിലായി ഇതൊരു നടപടി ആവില്ല, വേറെ കുറേ സ്ഥലങ്ങൾ നോക്കണമെന്ന്. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ തെരഞ്ഞു പിടിച്ച് ഫെബ്രുവരി അവസാനമാണ് ഈ ഒരു സ്പേസ് നമ്മൾ എഗ്രിമെന്റ് ആക്കുന്നത്. ഓൾറെഡി എറണാകുളം സിറ്റിയിൽ ഒരു ബാച്ചിലറിന് ഒരു ഡീസന്റ് സ്പേസ് റെന്റിന് കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്ന ഒരു സ്പേസും എൻവയൺമെന്റും ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിമ്മിൽ പോകുന്നതും പുറത്തു പോകുന്നതുമായ കുറച്ച് മണിക്കൂറുകൾ ഒഴിച്ചാൽ കൂടുതൽ സമയവും ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സ്റ്റുഡിയോയും ഹാളും കിച്ചണും അതുപോലെ ബെഡ്റൂമും എല്ലാം നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ബഡ്ജറ്റിൽ നൈസായിട്ടൊന്ന് ബിൽഡ് ചെയ്തെടുത്തത്. ഈ റൂമിന്റെ കംപ്ലീറ്റ് മേക്ക് ഓവറിന്റെ കുറച്ച് ക്ലിപ്സുകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വരൂ. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ സ്പേസിലേക്ക് ആദ്യം നമ്മൾ മൗണ്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്. ഇതെന്താണെന്ന് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ ഒരു ജേഴ്സി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സീസണിൻ്റെ ഓർമ്മകൾ തിരിച്ചു വന്നിട്ടുണ്ടാവും. നമ്മുടെ ഇവൻ്റെ അവസാനത്തെ സീസണിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഓട്ടോഗ്രാഫുള്ള ഒരു ജേഴ്സിയാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ പ്രാക്ടീസ് കാണാൻ പോയപ്പോൾ പ്ലേയേഴ്സിനെ മീറ്റ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്തൊരു സാധനമാണ്. നമ്മുടെ സ്റ്റുഡിയോ സ്പേസിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ഈ 2 ഫോട്ടോ ഫ്രെയിമുകൾ ഒരു ചെൽസി ഫാനിന് മറക്കാൻ പറ്റാത്ത 2 മൊമെന്റുകളെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ എവിടെ ചെന്നാലും കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ബ്രോ റൊണാൾഡോ ഓർ മെസ്സി, ഈ 2 പ്ലേയേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫുട്ബോളർ എന്നുള്ളൊരു ക്വസ്റ്റിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ദേ
ഈ മുതലാണ് ഫ്രാങ്ക് ലാംപാർഡ്. ചെൽസിക്ക് വേണ്ടി 2012 ചാമ്പ്യൻസ് ലീഗ് ഫൈനല് ബയൺ മ്യൂണിച്ചിനെതിരെ ദെയർ സിറ്റി, ദെയർ സ്റ്റേഡിയം, അവർ ട്രോഫി. ആ ഒരു മൊമെന്റ് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു മൊമെന്റ് ആണ്. അന്ന് കപ്പ് അടിച്ചു കഴിഞ്ഞ് ട്രാവലിംഗ് ചെൽസി സപ്പോർട്ടേഴ്സിന്റെ അടുത്ത് ലാംപാർഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കിഡിലൻ ഫോട്ടോയാണിത്. ഇത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു മെമ്മറി ഭയങ്കര വിവിഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ കേട്ടിരിക്കുന്നത്. ഇതാരാണെന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ദ ഗ്രേറ്റ് ഹോസെ മൊറീഞ്ഞോ, ചെൽസിയുടെ ഒരു ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. ഇംഗ്ലണ്ടില് സാർ അലക്സ് ഫെർഗൂസനും ആർസൺ വെങ്കറും ഭരിച്ചിരുന്ന ആ കാലത്ത് ഈ പോർച്ചുഗീസുകാരൻ നെഞ്ചും വെരിച്ചു വന്ന് ഐ ആം ദ സ്പെഷ്യൽ വൺ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോഴേ നമുക്കെല്ലാം അറിയായിരുന്നു ഇദ്ദേഹം ഒരു ഒന്നൊന്നര മുതലാണെന്ന്. ഇത് മൊറീഞ്ഞോ രണ്ടാമത് ചെൽസിയിൽ വന്നിട്ട് മൂന്നാമത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ജയിച്ചതിന്റെ സെലിബ്രേഷനിലുള്ള ഒരു ഫോട്ടോ ആണ്. ഇതും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു മൊമെന്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സും ആണ്. ഈ ഒരു ബുക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. നോവി കപ്പാഡിയ സാർ എഴുതിയ ബെയർഫുട്സ് ടു ബൂട്ട്സ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി. ശരിക്കും ഞാനൊരു ഫുട്ബോൾ ജേർണലിസ്റ്റ് ആവാൻ വേണ്ടിയാണ് പഠിച്ചതും ഒരുപാട് കാലം വർക്ക് ചെയ്തതും. അതുകൊണ്ട് തന്നെ നോവി സാറിന്റെ വർക്ക് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇങ്ങനൊരു സമ്മറി എഴുതിയപ്പോൾ അത് വായിക്കണമെന്നും എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ പുള്ളി നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ഈ ഒരു ബുക്ക് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിന് നൽകിയ ഒരു വലിയ സമ്മാനമാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ, ഫുട്ബോളിനെ കുറിച്ച് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കുമാണിത്. And this is how our final setup looks. ഈ ഒരു ഫ്രെയിമിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്പേസ് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് ഇതുപോലെ ആക്കിയെങ്കിലും ഇത് എൻ്റെ സ്വന്തം സ്പേസ് എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തവർ ഒരുപാട് പേരാണ്. ഈ റൂമിന് ഒരു ലൈഫ് കൊടുത്ത നമ്മുടെ ഫ്രണ്ട് എപ്പിൻ, അതുപോലെ തന്നെ ഈ ക്യാമറയുടെ പിന്നിൽ നിന്ന് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ കസിൻ ബ്രദറായ കൃഷ്ണലാൽ, എൻ്റെ പേരൻസും ചേട്ടനും ചേച്ചിയും കസിൻസും ഒക്കെ എന്നെ ഒരുപാട് ഈ ഒരു സ്റ്റുഡിയോ ബിൽഡ് ചെയ്യാൻ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ടത്, നമ്മൾ ഇതുവരെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കാക്കനാടുള്ള ടൈനി ടേർട്ടിൽ സ്റ്റുഡിയോയിലെ വിഷ്ണു ചേട്ടനും ധന്യ ചേച്ചിയാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത ലോങ് ഫോർമാറ്റ് വീഡിയോയ്ക്ക് ശേഷമാണ് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു സ്പേസ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ തൊട്ട് തന്നെ അവർ രണ്ടുപേരും ഒരുപാട് സപ്പോർട്ട് നൽകി. ഈവൻ നമ്മുടെ ഈ സ്റ്റുഡിയോന്റെ ലൈറ്റിങ്ങിന്റെ കാര്യത്തിലും വിഷ്ണു ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിരുന്നു. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടെ എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങൾ വരുന്ന വീഡിയോകളിൽ കാണുന്നതായിരിക്കും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എൻ്റെ സേവിങ്സ് എല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഈ പരിപാടിക്ക് തുനിഞ്ഞിറങ്ങാൻ കാരണം സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾ തന്നെയാണ്. പലപ്പോഴും വീഡിയോകൾ പെട്ടെന്ന് ചെയ്യ് ബ്രോ, അല്ലെങ്കിൽ ഈ ആഴ്ച എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതൊരു നല്ല ന്യൂസ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അവരിലേക്കെല്ലാം ഒരുപാട് ഡിലേ ഇല്ലാണ്ട് കണ്ടന്റുമായിട്ട് എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മളെ വിശ്വസിച്ച ഒരാൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബറിനോടും എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നിൽ നിങ്ങൾ ഇത്തിരിയെങ്കിലും സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും റിട്ടേൺ നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം. എന്തായാലും ആ ഒരു വലിയ ജേർണിയുടെ തുടക്കമാണ് ഇന്ന് നമ്മൾ കുറിച്ചിരിക്കുന്നത്. ആൻഡ് ഐ കാൺ ടെൽ യു ഹൗ എക്സൈറ്റഡ് ഐ ആം. മേ ബി ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈഫ് ഒരിക്കലും പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് അധികം ബോധേഡാവരുത്. ആ ഒരു പ്രോസസ് തറോ ആയിട്ട് എൻജോയ് ചെയ്യുക. ആൻഡ് ഇതിലൂടെയും ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഇപ്പൊ വലിയൊരു ടാർഗറ്റ് ഒന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാഴ്ച മിനിമം 2 വീഡിയോ എങ്കിലും ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മേ ബി ഇറ്റ് വിൽ വർക്ക് ഔട്ട്, മേ ബി ഇറ്റ് വോണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇഫ് നോട്ട് നൗ ദെൻ വെൻ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു മാറ്റം. എൻ്റെ ഈ പുതിയ ജേർണിയിൽ നിങ്ങളും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ വെച്ച കാല് ഞാൻ മുന്നോട്ട് തന്നെ വെക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ. ഈ ഒരു ചെറിയ വാക്ക് ബെയർഫുട്സ് ടു ഈ ഒരു അൺഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റിനെ ഒരു വീടാക്കി മാറ്റാൻ എടുത്ത